പത്മശ്രീ പുരസ്കാര നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച് ജേതാക്കളായ മലയാളികൾ. കേരളത്തിൽ നിന്ന് 6 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. അംഗീകാരത്തിൽ സന്തോഷമുണ്ടെന്നും അഭിമാനകരമായ നേട്ടമാണെന്നും പുരസ്കാര ജേതാക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പത്മശ്രീ പുരസ്കാര നേട്ടത്തിൽ കേരളത്തിലെ അഭിമാനം. 110 പേർക്കാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. അതിൽ 6 പേർ മലയാളികൾ. മലയാളികൾക്ക് അഭിമാന നേട്ടം നൽകാനായതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് പത്മശ്രീ അവാർഡ് ജേതാക്കൾ. പത്മശ്രീ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ഭലേരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമാണ് സാർ. ഞങ്ങളുടെ പ്രതീക്ഷിക്കാത്ത ഒരു അവാർഡാണ് കാസർഗോഡിന്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. കണ്ണൂരിലെ തെയ്യം കോലധാരി ഇ.പി. നാരായണ പെരുവണ്ണാന് പത്മശ്രീ ലഭിച്ചത് തികച്ചും അപ്രതീക്ഷിതമായി. ഒരു പ്രതീക്ഷയുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇനിയും കിട്ടേണ്ട നമുക്ക് എന്നാ ഒരു പത്മശ്രീയാണ് കിട്ടേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഇത്രയും കൊല്ലം ഇവിടെ തിരുവടി വെച്ച സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പുരസ്കാരം എന്നെ തേടി വരുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. പുരസ്കാരം ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നുവെന്നാണ് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണന്റെ പ്രതികരണം. കഥകളി എന്ന മഹനീയ കലയെ ജീവിതകാലം മുഴുവൻ സേവിച്ചതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ പത്മശ്രീ. അതിലെനിക്കേറെ സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ പഠിച്ച ഗാന്ധി സേവാസനം കഥകളി അക്കാദമിക്കും ഒരു എൻ്റെ വകയൊരു സംഭാവനയാണ്. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് മുനി സത്യനാരായണ പ്രസാദിനും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്കും പത്മശ്രീ അവാർഡുകൾ നൽകിയത്. മരണാനന്തര ബഹുമതിയായി സാഹിത്യകാരൻ പി ചിത്രൻ നമ്പൂതിരിപ്പാടിനും പത്മശ്രീ പുരസ്കാരം നൽകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ.